എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ശാസ്ത്ര വിഷയം ചെയ്യുന്നതിനേക്കാൾ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ നിങ്ങളെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റേ മാർക്കറ്റിങ്ങോ ആയിട്ടൊന്നും നമ്മുടെ ചാനലിൽ അങ്ങനെ എൻഡോഴ്സ്മെൻറ്റുകളൊന്നും ഇല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട. അതൊന്നും അല്ല സംഭവം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷൈൻ ടോം ചോക്കോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. അതായത് ഭൂമി ഉരുണ്ടതാണോ എന്നുള്ളതും അതുപോലെ ചന്ദ്രനിൽ പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കമൻറ്റ് കണ്ടപ്പോൾ ബഹുവിശേഷം. അതിനേക്കാൾ ഭയങ്കര മണ്ടത്തരം പറയുന്ന ആളുകളുണ്ടെന്നും മനസ്സിലായി. അതുപോട്ടെ, ഇന്ന് നമുക്ക് ഈ പറയുന്ന തെറ്റിദ്ധാരണകളൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ആകാശ നിരീക്ഷണം അല്ലെങ്കിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആകാശ നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ആകാശത്തെ നോക്കുന്ന പരിപാടിയും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം ഒരു ബൈനോക്കുലറോ ഒരു ടെലസ്കോപ്പോ ഉപയോഗിച്ച് നോക്കുന്ന കാര്യം. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ആകാശത്തുള്ള വസ്തുക്കളെ നിങ്ങൾ ചിത്രം എടുക്കുന്നതുമാണ്. ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാ വേവ് ലെങ്തിലുള്ള ലൈറ്റ് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. മാത്രമല്ല, ആകാശത്തുള്ള വസ്തുക്കളൊക്കെ വളരെ ഫെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈ കണ്ണിൻ്റെ പ്യൂപ്പിൾ അല്ലെങ്കിൽ അകത്തേക്കുള്ള ദ്വാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മില്ലിമീറ്ററൊക്കെ കാണുമെന്നറിയാം. അപ്പോൾ ആ ഒരു ചെറിയ ദ്വാരവും വെച്ചുകൊണ്ട് ആകാശത്തുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ലൈറ്റ് അങ്ങോട്ട് കയറുന്നത് വളരെ ചെറിയൊരു ദ്വാരം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്യാമറ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശത്തുള്ള പല കാര്യങ്ങളെയും കാണാനും മനസ്സിലാക്കാനും പറ്റും. മാത്രമല്ല, ക്യാമറയിൽ ചില ഫിൽറ്ററുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണിന് കാണാൻ പറ്റാത്ത നിറങ്ങളും കൂടി നിങ്ങൾക്ക് കാണാനും കഴിയും എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ നാസ നിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സ്വന്തമായി നിങ്ങൾക്ക് തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അല്ലാതെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത് സാധാരണ ഒരു DSLR ക്യാമറയും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അത് തുടങ്ങാനൊരു തടസ്സമല്ല. ഇപ്പോഴത്തെ മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ സെൻസേഴ്സ് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം, രാത്രി ചിത്രങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ പോർട്രേറ്റോ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഗ്രെയിനി ആയിരിക്കും. അതിൻ്റെ ലൈറ്റ് കുറവാണ്. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് തന്നെ പെയിൻറ്റിങ് വിത്ത് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ധാരാളം ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഷട്ടർ കുറേ നേരം തുറന്നു വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ബക്കറ്റിൽ മഴവെള്ളം പിടിക്കുന്നത് പോലെ തന്നെ കുറേ നേരം തുറന്ന് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫോട്ടോൺസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി നടക്കും. കണ്ണ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വീഡിയോ ക്യാമറയിലുള്ളതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ലോങ് എക്സ്പോഷർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ നേരം ഷട്ടർ തുറന്നു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ട്രെയിലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണത്? ഭൂമി വളരെ വേഗം കറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. 1600 km/h ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം പുറകോട്ട് പോകുന്നു എന്നുള്ളതുപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്തുള്ളതെല്ലാം വളരെ വേഗത്തിലും ദൂരെയുള്ളത് അധികം സ്പീഡിൽ പോകാതെയും നമുക്ക് തോന്നും. അപ്പോൾ നക്ഷത്രങ്ങൾ വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ ഭൂമി കറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നക്ഷത്രങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതായിട്ട് തോന്നും. പക്ഷേ വളരെ ദൂരെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ അത് അനങ്ങുന്നതായിട്ടൊന്നും കാണില്ല. പക്ഷേ ഒരു 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ആകാശം പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉദിച്ച നക്ഷത്രങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് കാണാം. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതൊരു പ്രശ്നമാണ്. കാര്യം ഒരു 5 മിനിറ്റൊക്കെ ഇത് ഷട്ടർ നമ്മൾ തുറന്നു വെച്ചിട്ട് ഒരു പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ നീണ്ടുപോകും. എന്ന് വെച്ച് നിങ്ങൾക്ക് പടം എടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇത്രയും കാലവും ഞാൻ സാധാരണ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെയും ഉള്ളൊരു സാധനമാണ് DSLR അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് സെറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കുക. ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വേണമെങ്കിലും ഉപയോഗിച്ചെടുക്കുക എന്നുള്ളത്. ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പ് സ്കൈ ഓബ്ജക്ട്സും കുറച്ച് കളറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ എന്നും രാത്രി ഇപ്പോൾ കേരളത്തിലുള്ളവർ ഇറങ്ങി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നതാണ് വേട്ടക്കാരൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ. നേരെ തലയ്ക്ക് മുകളിലാണ്. അപ്പോൾ അതിനകത്തുള്ള നക്ഷത്രങ്ങളൊക്കെ കാണാം. അതിൻ്റെ നടുക്ക് നമ്മൾ അതിൻ്റെ വാള് വരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ മേഘം പോലെ ഒരു സ്ഥലം കാണാം. അതൊരു സ്റ്റാർ ഫോമിംഗ് റീജിയനാണ്, M42 എന്ന് പറയുന്ന ഒറൈൻ നെബുല എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈനോക്കുലറോ ടെലസ്കോപ്പോ ഒക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് നല്ല മേഘം പോലെ കാണാൻ പറ്റുമെങ്കിലും അതിൻ്റെ നിറങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. കാര്യം നിറം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ കൂടി വരുന്ന ഒരു പ്രകാശരശ്മിയുടെ ഒരു വേവ് ലെങ്ത്തിന് നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് നിറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് വരുന്നുണ്ട്. ഇപ്പോൾ പല നെബുലകളിൽ നമ്മൾ H-ആൽഫ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആൽഫ കാണും, ഓക്സിജൻ കാണും. അങ്ങനെയുള്ള പല മൂലകങ്ങളുണ്ട്. ഓക്സിജൻ 2, സൾഫർ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ക്യാമറയാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് സ്വയം ബോധ്യപ്പെടാം. നാസയുടെ പടമൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് സ്വയം ആകാശത്തേക്ക് ചൂണ്ടി പടം എടുത്തിട്ട് ബോധ്യപ്പെടാവുന്ന കാര്യമുള്ളൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന DSLR ഉപയോഗിച്ചത്.
പക്ഷേ അതിനൊരു തടസ്സമായിട്ട് വരുന്നത് ഈ എർത്തിൻ്റെ റൊട്ടേഷനും അതുപോലെ തന്നെ ആകാശം മാറി മാറി പോകുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു എക്യുപ്മെൻറ്റ്, അതായത് ഭൂമിയുടെ റൊട്ടേഷനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മളൊരു സ്റ്റാർ ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ ഭൂമിയുടെ കറക്കം എത്രയാണോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാമറയും കൂടെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇതില്ലാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഈ സാധനം കിട്ടി. ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന്, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചിത്രം എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇനി ഒരു ഫ്യൂച്ചർ വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷേ ഈ സാധനത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇതിനെ നമുക്കൊരു ട്രൈപോഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണോ നമ്മളൊരു ക്യാമറ മൗണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇത് മൗണ്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മോട്ടറുണ്ട്. ഈ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ പല സ്പീഡിൽ ഓടിക്കാം. അതിനുള്ള ഗിയറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് കാണാം. ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്കിതിനെ സൂര്യൻ, അതായത് ഭൂമിയിൽ നിന്ന് നിങ്ങൾ സൂര്യൻ്റെ ചിത്രമാണ് എടുക്കുന്നതെങ്കിൽ, പകൽ സമയത്ത് ഒരു സോളാർ ഫിൽറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സൂര്യൻ്റെ ചിത്രമാണ് എടുക്കുന്നതെങ്കിൽ സൂര്യൻ ആകാശത്ത് എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ ട്രാക്ക് ചെയ്യുന്നുള്ളതാണ്. അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചന്ദ്രൻ്റെ ചിത്രമാണ്. ഈ ചന്ദ്രൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ലൂണാറായിട്ട്, അതായത് ഇപ്പം ലൂണാർ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാര്യം ഭൂമിയുടെ കറക്കം മാത്രമല്ല ചന്ദ്രനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടെ അത് മൂവ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഒരു ഹാഫ് സ്പീഡ്, അത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒരെണ്ണം നക്ഷത്രങ്ങളെ എടുക്കാനായിട്ട് 1x എന്ന് പറഞ്ഞ സ്പീഡാണ്. അത് കഴിഞ്ഞ് കാണുന്നത് സതേൺ ഹെമിസ്ഫിയറും. മറ്റൊന്ന്, ഇതിനെ അകത്ത് ഒരു പോളാർ ക്യാമറയുണ്ട്. അതായത് ഈ ചിത്രം എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ അലൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ യൂണിറ്റിനെ നമുക്ക് നമ്മുടെ നോർത്ത് സെലസ്റ്റിയൽ പോൾ അല്ലെങ്കിൽ കൃത്യം നോർത്ത് പോളുമായിട്ട് കൃത്യമായി അലൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ ആക്സിസ് കറക്റ്റായിട്ട് നിന്നാൽ മാത്രമേ നക്ഷത്രങ്ങൾ അവിടെ അനങ്ങാതെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലൂമിനേഷൻ അല്ലെങ്കിൽ ഈ ബട്ടൺസൊക്കെ ഇലൂമിനേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗം. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് വളരെ ദീർഘനേരം എടുക്കുകയും നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പടങ്ങളൊക്കെ എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ എന്തിനാ ഇത് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ ഇനി പിന്നെ ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിവിടെ നക്ഷത്രത്തെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഞാനിപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. എന്നിട്ട് ഒരു നക്ഷത്രത്തിനെ ഫ്രെയിമിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഭൂമിയുടെ കറക്കം കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ആകാശത്ത് നക്ഷത്രത്തെ അനങ്ങാതെ ഞാൻ അവിടെ നിർത്തുന്ന സമയത്ത് ഞാനൊരു ഫോർഗ്രൗണ്ടിൽ ഒരു അവിടെ എൻ്റെ ബിൽഡിങ്ങും ലാൻഡ്സ്കേപ്പും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നക്ഷത്രവും പാറ്റേണും മാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയും ഭൂമി കറങ്ങുന്നത് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ എടുത്തിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർ ട്രാക്കറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളുണ്ട്. എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഇതിനെ സ്ലീവ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇനി കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദീർഘനേരമുള്ള എക്സ്പോഷറുകൾ ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റോളം. അതിനൊരു തടസ്സം എന്ന് പറയുന്നത് ലൈറ്റ് പൊല്യൂഷനാണ്. ആകാശത്ത് ലൈറ്റ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല ഇതുകൊണ്ട് ഞാൻ പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ എന്താണ് ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആകാശത്ത് കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. പകലാണെങ്കിൽ സൂര്യനെ കാണാം, പകൽ തന്നെ ചിലപ്പോൾ ചന്ദ്രനെ കാണാം, ഇല്ലെങ്കിൽ രാത്രി ചന്ദ്രനെ കാണാം. ഇതിനെയൊന്നും നമ്മൾ ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആയിട്ട് കൂട്ടില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കുറേ പ്ലാനറ്റ്സ് ഉണ്ട് ആകാശത്ത്. രാത്രി ആകാശത്ത് നമുക്ക് കാണാൻ പറ്റും ജൂപ്പിറ്റർ, സാറ്റേൺ, മാർസ്, വീനസ്, മെർക്കുറി. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ ഡീപ് സ്കൈ ഫോട്ടോഗ്രാഫി എന്ന് പറയില്ല. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, ഓരോ ഇൻഡിവിജ്വൽ നക്ഷത്രങ്ങളുടെ പടം എടുക്കുന്നതിന്, അതായത് സോളാർ സിസ്റ്റത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽ നക്ഷത്രങ്ങളെ പടം എടുക്കുന്നതിന് നമ്മൾ ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ M32, M31, M110 എന്നൊക്കെ പറയുന്ന പോലെ ആൻഡ്രോമെഡ ഗാലക്സി ആൻഡ് സാറ്റലൈറ്റ് ഗാലക്സിയും അത് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്ന ഒരു ഗാലക്സിയാണ്. അതിൻ്റെ ചിത്രം എടുക്കാം. പ്ലീഡീസ് പോലെയുള്ള ഓപ്പൺ ക്ലസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ കാർത്തിക നക്ഷത്രക്കൂട്ടം എന്ന് പറയുന്നതിൻ്റെ ചിത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. M42 എന്ന് പറയുന്ന ഒറയൻ നെബുല എടുക്കാം. നേരത്തെ പറഞ്ഞ പ്ലീഡീസ് M45 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, M എന്ന് പറയുന്നത് മെസ്സിയറാണ്. മെസ്സിയർ കാറ്റലോഗിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യത്തിനകത്ത് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്
ഡീപ് സ്കൈ ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ഫോമിംഗ് റീജിയൻ, വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാലക്സി, ഇതുപോലെയുള്ളതിനെയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ നടയിൽ ഇരുന്ന് തന്നെ ചെയ്യാം എന്നുള്ളതാണ്. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. ലൈറ്റ് പൊല്യൂഷനൊക്കെ കുറയുന്ന സമയം നോക്കി വെയിറ്റ് ചെയ്യണം. നല്ല ഒരു സ്റ്റാർ ട്രാക്കർ വേണം. അത് നമ്മുടെ ആകാശത്ത് ഫേവറബിളായിട്ട് വരുന്നത് വരെ നോക്കി നിൽക്കണം. ഓരോരോ സീസണിലും ഓരോരോ ഡീപ് സ്കൈ ഓബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കാം. അതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ക്യാമറ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇത് ഭയങ്കര ഒരു ഹംബ്ലിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് മനോഹരമാണ്, എന്തെല്ലാം തരം എമിഷൻസ് ആണ് അവിടെ നിന്നുള്ളത്. അല്ലെങ്കിൽ അത് ഒരു റിഫ്ലക്ഷൻ നെബുലയാണോ അതോ ഒരു അബ്സോർപ്ഷൻ നെബുലയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇതൊക്കെ ആകാശത്ത് എന്താണെന്നുള്ളതിനെ പറ്റി അറിയാനും ഒക്കെ ഒരു ഭയങ്കര ഐ ഓപ്പണറാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി. അപ്പോൾ നിങ്ങൾക്കിടെ കയ്യിൽ DSLR ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുറച്ച് ആസ്ട്രോ ഫോട്ടോഗ്രഫി ട്രൈ ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഭാവിയിൽ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വലിയ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാതെയും തുടങ്ങാം. ഇനി $multi-million എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആസ്ട്രോ ഫോട്ടോഗ്രഫി ചെയ്യാം. ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്ലോലി നിങ്ങൾ ഒരു വലിയ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രഫി ചെയ്യാതെ വീട്ടിൽ വെച്ചിരിക്കുന്നതിനേക്കാളും സ്ലോലി ബിൽഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും, ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എടുക്കുന്ന ചിത്രങ്ങൾ അതെങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ സെറ്റപ്പും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആസ്ട്രോ ഫോട്ടോഗ്രഫിയെ പറ്റി നമുക്ക് ഒരു കുറച്ച് വീഡിയോകൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ